യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ എഫീസ്യർ ലേഖനം 5-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ എപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കണം, പ്രത്യേകിച്ച് ദൈവത്തിന്റെ അനുകാരികളായി നമ്മൾ തീരുന്നത് എങ്ങനെയാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് നാം ദൈവത്തിന്റെ അനുകാരികൾ എന്ന വിധം വെളിപ്പെടുത്തുന്നത് എന്നുള്ള ചിന്തകളൊക്കെയും നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമ്മെ കേടുവരുത്തുന്നതായ സ്വഭാവം, ദുർനടപ്പ് അഥവാ അധാർമികമായ ലൈംഗിക ജീവിതം, ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ദുർനടപ്പുകാർ. ആ ദുർനടപ്പ് നിമിത്തം നമ്മളിൽ ഉണ്ടാകുന്ന അശുദ്ധി, അതേപോലെ അത്യാഗ്രഹങ്ങൾ, ഇവയെല്ലാം നമ്മെ നശിപ്പിക്കുന്നു എന്നുള്ളതായ വലിയ ചിന്ത നമുക്ക് കേൾക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഈ വചനഭാഗങ്ങൾ ഓരോന്നും നാം ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ നേരിടുന്നതായ വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ എത്രത്തോളം വലിയ അപകട മേഖലയിലാണ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഉളവാകുകയും കൂടുതൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനും ഇതിന് നല്ല ഒഴിഞ്ഞു നിൽക്കുവാനുള്ള പ്രേരണ ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളുടെ വിജയപ്രദമായ ജീവിതത്തിന് നമ്മെ സഹായിക്കുന്ന ദൈവിക വ്യക്തിത്വമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എപ്പോഴും നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മോട് വേണ്ടതായ ഉപദേശങ്ങൾ, ടീച്ചിങ്സ് അവൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ആത്മീകനായ വ്യക്തി എപ്പോഴും ആത്മാവിന്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വ്യക്തി എപ്പോഴും നയിക്കപ്പെടുന്നത് അവന്റെ ചിന്തകളാലാണ്. അവൻ എന്തു ചിന്തിക്കുന്നുവോ അതിനനുസരിച്ചാണ് അവന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെങ്കിലും യാത്ര ചെയ്യാൻ പോകുമ്പോൾ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആകാറുണ്ട്. നമ്മൾ ഇടത്തോട്ട് പോകാനുള്ള ഒരു ലക്ഷ്യമായിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ആ ജംഗ്ഷന് വന്നു കഴിയുമ്പോൾ അവിടെ വരുന്നതിന് മുമ്പോ അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പോ വലത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ അറിയാതെ വലത്തോട്ട് തിരിയും. വാസ്തവത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് ഇടത്തുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. അതിനർത്ഥം നമ്മുടെ ചിന്തകളാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ദൈവ വചനത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിനാൽ നമ്മൾ വിളിക്കപ്പെട്ടു. ശരി തന്നെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടും നമുക്ക് ആ ചിന്തകളിലേക്ക്, അല്ലെങ്കിൽ ആത്മാവിന്റെ ചിന്തകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാതെ നമ്മുടെ ഉള്ളിൽ ഉള്ള മാനുഷിക ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ ഹിതം നമുക്ക് നിറവേറ്റുവാൻ കഴിയത്തില്ല. ഈ ഒരു ചിന്തകളൊക്കെ മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഈ വചനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുവാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ കാര്യം, ദൈവം മനുഷ്യർക്ക് കൊടുത്തതായ വലിയൊരു സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യമാണ് അവന്റെ സെക്ഷുവൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതും എങ്ങനെയാകണമെന്നുള്ളത് നമ്മുടെ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാണല്ലോ കർത്താവ് മനുഷ്യനെ ആണും പെണ്ണുമായും സൃഷ്ടിച്ചത്. ഭാര്യ ഭർത്താക്കന്മാര് എന്നുള്ള ആ വ്യവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. അതുപോലെ നിയമപരമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മോട് വളരെ വ്യക്തമായും സംസാരിക്കുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് നമുക്കറിയാം, ഹോമോസെക്ഷുവാലിറ്റിയും അതേപോലെ അധാർമികമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ്. അതുപോലെ പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്ന ഒരു കാലം, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന കാലം, ഭർത്താവിനെ വിട്ടിട്ട് തന്റെ കൂട്ടുകാരിയുമായി വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതായ വ്യക്തികൾ, ഇങ്ങനെ എത്രയെത്രയോ മനുഷ്യ ഹൃദയങ്ങളെ വ്രണപ്പെടുത്തുന്നതായ ചിന്തകളും അതേപോലെ തന്നെ വാർത്തകളും ഒക്കെ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് നടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ വചനം അവയെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുർനടപ്പ് എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാൻ. എഫീസ്യർ ലേഖനം 5-ാമത്തെ വാക്യം നമ്മൾ ഇന്ന് വായിക്കുന്നു. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഇവ നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. നോക്കണേ, എന്താണ് വ്യർത്ഥ വാക്കുകൾ? വ്യർത്ഥ വാക്കുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യന്റെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ, മനുഷ്യൻ ആശയ സംഘർഷത്തിൽ ഏർപ്പെടുന്നതായ സമയം ആളുകൾ കടന്നു വന്ന് വ്യർത്ഥ വാക്കുകൾ പറയും.
മീനിങ്ലെസ് വേർഡ്സ്. അതായത് ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. എന്താണോ ദൈവവചനം ദുർനടപ്പിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തെ കുറിച്ച് പറയുന്നത്, അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആളുകളിലേക്കാണ് പിശാച് കടന്നു വരുന്നത്. ഇപ്പോൾ ഏദൻ തോട്ടത്തിൽ നമുക്കറിയാം ഹവ്വയുടെ അടുക്കിലേക്കാണ് പിശാച് കടന്നു വന്നത്. കാരണം ഞാൻ ചിന്തിക്കുന്നു, ഹവ്വയുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷന് അല്ലെങ്കിൽ ആ ആശയ സംഘർഷത്തിന്റെ മുതലെടുക്കുവാനാണ് പിശാച് കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കില്ലെങ്കിൽ, ദൈവവചനം നമ്മൾ വായിക്കുന്നില്ലെങ്കിൽ, നമ്മളുടെ ഹൃദയം എപ്പോഴും വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാവരോടും പറയുന്നത്, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോടുള്ള വ്യക്തമായൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനുമില്ല. ഏദൻ തോട്ടത്തിൽ എന്തിനാ ദൈവം എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ഇവരുടെ അടുക്കലേക്ക് കടന്നു വന്നത്? അവരോട് സംസാരിക്കുവാൻ, ലോകത്തിലുള്ള ആ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ദൈവം അതുകൊണ്ട് തന്നെയാണ് അവരോട് പറയുന്നത്, നിങ്ങൾ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന് ഫലം തിന്നരുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നൊക്കെ ദൈവം പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ടും ഹവ്വയുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് സാത്താൻ അവളുടെ അടുക്കിലേക്ക് കടന്നു വന്നത്. അവൾക്ക് ഏറ്റവും പ്രിയമായ ഒന്നിലൂടെ പിശാച് അവളിലേക്ക് പ്രവേശിപ്പാനും ദൈവത്തിന്റെ വചനത്തെ വളരെ നിസ്സാരമായി കാണുവാനും അവൾക്ക് സാധിച്ചത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വ്യർത്ഥ വാക്കുകൾ എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കൊണ്ടു പോകാനാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ പിശാച് വന്നത് എങ്ങനെയാണെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയും അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വ്യർത്ഥ വാക്കുകളാണ്. പക്ഷെ കുറച്ചുകൂടെ കൗശലമുള്ളതായി പിശാച് ദൈവവചനത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് യേശുവിനോട് സംസാരിക്കുന്നത്. നോക്കൂ, യേശുവേ, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, നീ കൽപ്പിച്ചാൽ ഈ കല്ല് അപ്പമായി തീരും. ഇത് വ്യർത്ഥവാക്കാണ്. കാരണം കർത്താവ് യേശുക്രിസ്തുവിന് അങ്ങനെ കഴിയുമെങ്കിൽ യേശുവിന് ചെയ്യാമായിരുന്നു. പക്ഷേ യേശു പ്രാധാന്യം കൊടുത്തത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ യേശു ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവനോടുകൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അവനോടുകൂടെ ദൂതന്മാരുണ്ടായിരുന്നു, അവനിൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. ദൈവം നമ്മെ നയിക്കുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതേസമയം തന്നെ വ്യർത്ഥവാക്കുകൾ പറഞ്ഞുകൊണ്ട് പിശാച് നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പക്ഷെ യേശു എന്ത് ചെയ്തു? വ്യർത്ഥവാക്കുകൾ പറഞ്ഞതായ ഈ സാത്താനെ യേശു വചനത്താൽ കീഴ്പ്പെടുത്തി. കാരണം ദൈവവചനമായിരുന്നു യേശുവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവവചനം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറണം. ഒരു അസുഖമുണ്ടെങ്കിൽ ഒരു ദൈവവചനം നിനക്ക് അടിസ്ഥാനമായി മാറണം. ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറുവാൻ ഉതകുന്നതായ ഒരു ദൈവവചനം നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിന്റെ മക്കളുടെ ഭാവിയോർത്ത് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ദൈവവചനം നിനക്ക് അടിസ്ഥാനമായി ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും പിശാചിന്റെ കണിയിലും കുടുക്കിലും പെട്ടുപോകുകയില്ല. അതുകൊണ്ട് വ്യർത്ഥ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയുള്ളവരുടെ ചതിയിൽ നമ്മൾ പോയി വീഴാൻ പാടില്ല. വിശുദ്ധ ബൈബിളിന്റെ വിവിധ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. സർപ്പത്താൽ ഹവ്വ വഞ്ചിക്കപ്പെട്ടു എന്നും നമുക്ക് പരാമർശം കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അനേക ആളുകളെ ചതിക്കുന്നതായ മനുഷ്യർ അല്ലെങ്കിൽ പിശാചിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നിട്ട് ഇങ്ങനെ വ്യർത്ഥവാക്കുകൾ പറഞ്ഞ് അനേകരെ തെറ്റിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ടാണല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. ദൈവകോപം വന്ന അനേക നാളുകൾ നമുക്കറിയാം. നോഹയുടെ കാലത്ത് ദൈവകോപം വന്നു. അത് അനുസരണം കെട്ടവരുടെ മേൽ വരികയാണ്. അവർക്ക് മാനസാന്തരത്തിന് ദൈവം അവസരം കൊടുത്തു, പക്ഷെ അവർ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. 7-ാമത്തെ വാക്യത്തിൽ ഒരു വാണിംഗ് തരികയാണ്, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. നിങ്ങൾ അവരെ പോലെ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർ ആകരുത്. അതിനർത്ഥം എല്ലാ ദൈവമക്കളും വിശുദ്ധ വേദപുസ്തകം നല്ലോണം വായിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഇതിലെ സത്യങ്ങൾ എല്ലാവരും ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു നാളും വഞ്ചിക്കപ്പെട്ടു പോവുകയില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ അനുകാരിയാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരായിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തിൻ്റെ അനുകാരികളായി തീരും. അതിനുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ ദൈവത്തിൻ്റെ അനുകാരികളായിരിക്കും എന്നുള്ള ആ ശക്തമേറിയ സന്ദേശം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയായിത്തീരുന്ന ചില പാപ സ്വഭാവങ്ങളെക്കുറിച്ച്, ചില ജീവിത രീതികളെക്കുറിച്ച്, ഞങ്ങളെ വഞ്ചിക്കുവാൻ കടന്നു വരുന്ന പൈശാചിക ശക്തികളെക്കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരായി തീരുവാനും, ഞങ്ങൾ വളരെ ജാഗ്രതയുള്ളവരായി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.